അല്ലുകുട്ടന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇത് അഭിരാമി ചേച്ചി. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് ഇട്ടതിനകത്ത് അഭിരാമി ചേച്ചി അങ്ങോട്ട് ഓടിപ്പോകുമ്പോഴത്തേക്കിന് അല്ലുകുട്ടൻ അവിടെ നിൽക്കി, ചേച്ചി ഞാൻ വിശേഷം ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ ഒരു കോമഡി ആയിട്ട് ഇട്ട ഒരു വീഡിയോ ആണ് അത്. അഭിരാമി ചേച്ചി അവനെ മൈൻഡ് ചെയ്യാതെ പോയതൊന്നും അല്ല. ചേച്ചിക്ക് ഒരു കുഞ്ഞുവാവയുണ്ട്. കുഞ്ഞുവാവേനെ വീട്ടിലാക്കിയിട്ട് പെട്ടെന്ന് ഓടി വന്നതായിരുന്നു. അപ്പം അഭിരാമി ചേച്ചി അതിന് മുമ്പ് അല്ലുകുട്ടനെ കൊഞ്ചിച്ചിട്ടൊക്കെ ആയിരുന്നു പോയത്. പിന്നെ തിരിച്ചു പോയപ്പോഴത്തേക്കിന് പോടാ ഞാൻ പോവോ, ഇനി എനിക്ക് നേരെയില്ലെന്നും പറഞ്ഞ ഓടിപ്പോയത്. അത് ഞാൻ ചുമ്മാ കോമഡി ആയിട്ട് ഇട്ടതായിരുന്നു കേട്ടോ. അഭിരാമി ചേച്ചി എപ്പം വന്നാലും അല്ലുകുട്ടനെ കളിപ്പിച്ചേച്ചൊക്കെ പോകാറുള്ളൂ. അഭിരാമിക്ക് ഒത്തിരി ഇഷ്ടം അല്ലുകുട്ടനെ. അഭിരാമി നമ്മുടെ അശ്വതി ചേച്ചിയുടെ അച്ഛന്റെ അനിയന്റെ മകളാകട്ടോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അശ്വതിയെ കാണാനായിട്ട്. അപ്പോഴൊക്കെ അല്ലുകുട്ടനെ വന്ന് കാണുവും കൊഞ്ചിച്ചിട്ടും ഒക്കെ പോകും. എന്നിട്ട് പറയും, എടാ നീ വലിയ ഫേമസ് ആയല്ലോടാ, നീ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിനക്ക് ഭയങ്കര ഫാൻസ് ആണല്ലോ എന്നൊക്കെ എപ്പോഴും അവനോട് പറഞ്ഞ് കൊഞ്ചിച്ചിട്ടൊക്കെയാ പോകുന്നത്. ഇപ്പോഴും അഭിരാമി എവിടെയോ പോകാനായിട്ട് തിരക്കിട്ട് വന്നതാ, അശ്വതിയുടെ അടുത്ത് വന്നതാ. വന്നിട്ട് അപ്പൊ എന്നോട് പറഞ്ഞ, ചേച്ചി എന്തിനാ ഞാൻ അവനെ എടുക്കാതെ ഓടിപ്പോയ വീഡിയോ മാത്രം ഇട്ടത്, ഞാൻ അവനെ കൊഞ്ചിക്കുന്ന വീഡിയോ എന്നെ ഇടാഞ്ഞെന്നൊക്കെ ചോദിച്ചു എന്നോട് പരാതി പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇനി വരുമ്പോഴാട്ടെ ആ കൊഞ്ചിക്കുന്ന വീഡിയോയും എല്ലാം കൂടെ ചേർത്തിടാവെന്ന് പറഞ്ഞ്. ഞാനാണ് ഫോണില് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അന്നേരം എടുക്കുന്ന വീഡിയോ എല്ലാം ഇപ്പൊ ഡിലീറ്റ് ചെയ്ത് കളയുവാണ്. അതുകൊണ്ട് അന്ന് അഭിരാമി വന്ന വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. പിന്നത്തെ ഞങ്ങൾ വഴിയിലോട്ട് അഭിരാമിനെയൊക്കെ യാത്രയാക്കാനായിട്ട് വഴിയിലോട്ട് ഇറങ്ങിയതാണ്. അപ്പൊ അഭിരാമിയുടെ ഹസ്ബൻഡാണ് നിൽക്കുന്നത്. അവനും ഇഷ്ടമാണ് അല്ലുകുട്ടനെ. എന്നോട് പറയാറുണ്ട്, ഫേസ്ബുക്കിൽ അവന്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, നല്ല വീഡിയോ ആണ് ചേച്ചി, നല്ലതായിട്ട് റീച്ച് ആവുന്നുണ്ടല്ലോ, അങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് എന്നോട്. പിന്നെ അല്ലുകുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അവർക്കൊക്കെ. ഇഷ്ടമാണെങ്കിലും കുറച്ച് പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അവന്റെ പേര് വിശാൽ എന്നാണ്. വിശാൽ അവനെ തൊടാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അവന് ഇച്ചിരി പേടിയുണ്ട്. എന്നാലും ദേവ കൊഞ്ചിക്കുന്നുണ്ട്. അവൻ പറയാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും തന്നെയല്ല, ഞങ്ങളും അവന്റെ ഫാൻസാന്നൊക്കെ പറഞ്ഞത് അവന്റെ ഫോട്ടോയും ഒക്കെ എടുത്തിട്ടാ പോകുന്നത്. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ വലിയ ഗമയിലൊക്കെ അല്ലുകുട്ടൻ ഇരിക്കുവാണ്. അല്ലുകുട്ടനാണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കിന് വലിയ കുഴപ്പമൊന്നും ഇല്ല. ആദ്യമൊക്കെ ഒന്ന് പോസ് ചെയ്തൊക്കെ കൊടുക്കും കേട്ടോ. പിന്നത്തെ അവനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് പേടിപ്പീരും, ഇടയ്ക്ക് സ്നേഹിക്കുവോ, എല്ലാം അങ്ങനെയാണ്. അല്ലുകുട്ടന്റെ സ്വഭാവം അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അശ്വതിയും അഭിരാമിയും വിശാലും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ചു നേരം വർത്താനം ഒക്കെ പറഞ്ഞു നിന്ന്. അല്ലുകുട്ടനാണെ വഴിയിലോട്ട് ഇറങ്ങാനായിട്ട് കിട്ടിയ അവസരം പാഴാക്കാതെ അല്ലുകുട്ടൻ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളുടെ പുതിയ വഴിയാവട്ടോ, പുതിയതായിട്ട് കോൺക്രീറ്റ് ചെയ്ത് കിട്ടിയതാണ്. അപ്പൊ അതിലൊക്കെ നടക്കാൻ അല്ലുകുട്ടനും വലിയ ഇഷ്ടമാകട്ടോ. പിന്നെ അഭിരാമി ചേച്ചിനെയും ഒക്കെ കൊഞ്ചിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ അല്ലുകുട്ടന്റെ അശ്വതി ചേച്ചിയുടെ അടുത്തോട്ട് പോവുക. അവരൊക്കെ ഇപ്പൊ തന്നെ പോകും. പിന്നെ എനിക്ക് എന്റെ അശ്വതി ചേച്ചിയെ കാണുവോളെന്ന് അവനറിയാം. അതുകൊണ്ട് അവന്റെ അശ്വതി ചേച്ചിയുടെ അടുത്ത് പോയി നിൽക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ അശ്വതി ചേച്ചി അവനോട് പറയടാ, അഭിരാമി ചേച്ചി ഇപ്പൊ പോകും, നീ അഭിരാമി ചേച്ചിയെ സ്നേഹിക്കണമെങ്കിൽ ഇപ്പൊ സ്നേഹിച്ചോ, ഇപ്പോഴേ നടക്കുള്ളെന്ന് പറഞ്ഞ് അവനത് മനസ്സിലായിട്ടാണോ എന്താണോ അപ്പൊ തന്നെ അഭിരാമിയുടെ അടുത്തേക്ക് പോയി. പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പിള്ളേർക്കൊക്കെ എക്സാം ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ആ കുടുംബ യൂണിറ്റ് വെച്ചപ്പോഴത്തേക്കിനാണ് അല്ലുകുട്ടന്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ പറ്റിയത്. അതുകൊണ്ട് അതൊക്കെയാണ് കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ ഇട്ടോണ്ടിരുന്നത്. ഇന്നലെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ഇടാൻ പറ്റിയില്ല, മിനിഞ്ഞാന്നും ഉച്ചയ്ക്ക് ഇട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം ആൾക്കാര് നമ്മുടെ യൂട്യൂബിലെ ഫ്രണ്ട്സൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, അല്ലുകുട്ടൻ എന്തിയേ, എന്താ അല്ലുകുട്ടന്റെ വീഡിയോ ഇടാത്തെന്നൊക്കെ. അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ, അങ്ങനത്തെ കമന്റ്സ് ഒക്കെ കാണുന്നത് കേട്ടോ. അല്ലുകുട്ടനെ തിരക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ ഓർക്കും. പിന്നെ നമ്മുടെ ബിന്ദു കണ്ണൻ ചോദിച്ചിരുന്നല്ലോ കമന്റ്സ് ഒക്കെ കാണുമ്പോ എന്താ എല്ലാവരുടെ അഭിപ്രായം എന്നൊക്കെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ചില നല്ല നല്ല കമന്റ്സ് ഒക്കെ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് വായിക്കാറുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ചിലതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് വരുന്നില്ല, അതുകൊണ്ട് ഞാൻ അറിയുന്നില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്, ഇത്രയും കമന്റ്സ് ഒക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു എന്ന്. അപ്പൊ എല്ലാവരും അല്ലുകുട്ടനെ സ്നേഹിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുവാണ്. ഇനി പുതിയ വിശേഷവുമായി വീണ്ടും വരാം കേട്ടോ.